ഹായ്, നമ്മളിന്ന് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ കോട്ടയത്താണ്, കണ്ണൻ്റെ അടുത്താണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഞാൻ പത്തനംതിട്ട ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ്. വേറെ ആരുടെ ഷോർട്ട് ഫിലിമല്ല, വിനയുടെയാണ്. വിനയ് ശ്രീത്ത് മലയാളപ്പുഴ പ്രൊഡ്യൂസറായിട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അതിന് ഷൂട്ടിന് വേണ്ടി വന്നപ്പോൾ നമ്മൾ പിള്ളേരെ കൊണ്ടുവന്ന് ഇവിടെ അട്ടിയിടാൻ വന്നതാണ്. അതുകൊണ്ട് വേണം എനിക്കിവിടെ പോകാൻ. അപ്പോൾ കോട്ടയത്ത് വന്നതാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഈ വീഡിയോ വന്നതിന് സർപ്രൈസ് ഒരാളുണ്ട്. ഞാൻ അന്ന് എത്ര വയസ്സ് കാണും ഇവിടെ എനിക്ക്? നീ അന്ന് 7 പഠിക്കുന്നത്. ഞാൻ 6 പഠിക്കുന്ന കാലത്ത് കണ്ട ഒരാളാണ്. ഇവിടെ ആളാണ്. ആ ആളെ പരിചയപ്പെടുത്തുവാണ്. ആ ആള് നമ്മളെ വീഡിയോ കണ്ടാണ് നമ്മൾ ഇന്ന പോലെ ഒരാളുണ്ടെന്ന് അറിയണത്. അങ്ങനെ തപ്പിത്തോടി കഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ നമ്പർ എടുത്ത് എന്നെ ഇവനെ വിളിച്ച്, അത് വേറെ ആരുമല്ല, പണ്ട് ഞങ്ങൾക്ക് ഈ പഠിപ്പിക്കാൻ അമ്മച്ചിക്ക് ഒരു നിവൃത്തിയൊന്നുമില്ല. ഞാൻ കഷ്ടപ്പെട്ട സമയത്തും ഞങ്ങളുടെ അമ്മച്ചി പ്രാർത്ഥനയ്ക്ക് വന്നൊരാളായിരുന്നു. അപ്പോൾ ഒരു പാസ്റ്റർ മുഖേന ഇങ്ങനെ പിള്ളേരെ നിർത്തി പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്, സിസിലി ചേച്ചി കൊണ്ട് നിർത്തുവാണെങ്കിൽ അവൻ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കണ്ണനെ ഒരു സ്ഥലത്ത് പഠിപ്പിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഉണ്ടായിരുന്നൊരു കൊച്ചാണത്. അപ്പോൾ അവരൊരുമിച്ച് കളിച്ചു വളർന്ന ആളാണ്. ആ സ്നേഹം, അന്ന് കണ്ട സ്നേഹം 25 വർഷമായി. അതെ, 25 വർഷം കൂടി കാണുന്നതാണ്. 25 വർഷം മുമ്പ് അവിടെ നിന്ന് ഞാൻ പഠിത്തം കഴിഞ്ഞ് പോകുന്നതാണ്. അത് കഴിഞ്ഞ് കോൺടാക്ട് നമ്പർ ഒന്നുമില്ല. പണ്ട് നമുക്ക് ഈ ലാൻഡ് ഫോൺ നമ്പരൊക്കെ അല്ലേ ഉള്ളൂ, മൊബൈലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് ലാൻഡ് ഫോൺ നമ്പർ കൊടുത്തിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് ലാൻഡ് ഫോൺ കട്ടായി. പിന്നെ അങ്ങനെയൊക്കെ ആയപ്പോൾ ആരെയും വിളിക്കാനും ഒന്നും പറ്റാണ്ടായി, ഒന്നും ഇതില്ലാണ്ടായി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവള് തന്നെ ഇവളുടെ വീഡിയോ കണ്ട് ആ വീഡിയോക്ക് അതൊന്ന് തപ്പി നമ്പർ എടുത്ത് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ നമ്പർ ചോദിച്ച് എന്നെ വിളിച്ച് എന്നെ കിട്ടി കോണ്ടാക്ട് ചെയ്ത് ഇപ്പൊ അവക്ക് എന്നെ കാണുന്നും പറഞ്ഞു തിരക്കി ചെന്നൈയിലാണ് ഇപ്പൊ അവളെ തിരക്കി വന്നിട്ടുണ്ട്. ഇതാണ് സാധനം. സുനിത എന്നാണ് പേര് അല്ലേ? പിന്നെ ടിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാ ഞങ്ങളെപ്പോലെ തന്നെയാണ് കേട്ടോ. വലിയ ആൾക്കാരൊന്നുമില്ല പുള്ളിക്ക്. ഞങ്ങളൊക്കെ തന്നെ ആരുമില്ല, അതിന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾ ചേർത്ത് കുടിക്കുക. അല്ലാണല്ലോ നമ്മുടെ കൂടെപ്പുറപ്പാട്ട്. ഞങ്ങൾക്ക് റാണി എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പുള്ളി മരിച്ചുപോയി. അതിന് പകരം ഞങ്ങൾ ഏറ്റെടുത്തേക്കുന്ന ഒരാളാണ്. ഇനി നമ്മളെ കൂടെ എന്നും ഉണ്ടാവും. ചേച്ചി എന്ന് പറഞ്ഞ ആ സ്ഥാനമാണ് ഞാൻ പറഞ്ഞത്. എന്നാലും ആ സ്ഥാനത്ത് എന്നും ഇനി സുനത ഉണ്ടാകും. 15 വർഷം കൂടി തിരക്കി ഇവിടം വരെ വന്ന് പിടിച്ചെത്തി. ചെന്നൈയിലാണ് വീട്. ഹസ്ബൻഡ് ഉണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? നന്നായിട്ട് പോകുന്നു. അപ്പോൾ നമ്മളെ ഇയാളെ കാണിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ പുള്ളിക്കാരി അച്ചാറൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ, അല്ലേ? അച്ചാറൊക്കെ ഓൺലൈൻ വഴി ബിസിനസ് ചെയ്യുന്നുണ്ട്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ, വേറെ പണിക്കൊന്നും പോകാതില്ല. അപ്പോൾ പുള്ളിക്കാരിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അവരെ നോക്കണം. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ടാണ് ചെയ്യണത്. അപ്പോൾ അച്ചാറുണ്ടാക്കിയിട്ട്, അച്ചാർ എന്തൊക്കെ സാധനം കൊടുക്കും? കൊഞ്ച് അച്ചാറ്, മീനച്ചാറ്, ബീട്രൂട്ട്, മാങ്ങ, നാരങ്ങ, എല്ലാ അച്ചാറുകളും ഉണ്ട് കേട്ടോ. നാരങ്ങ വന്നിട്ട് എണ്ണയില്ലാത്ത. അപ്പോൾ അങ്ങനെ അച്ചാറുകളൊക്കെ വിൽക്കുന്നുണ്ട്. ആരെവിടെ നിന്ന് ഓർഡർ ചെയ്താലും അവിടെ സാധനം എത്തിച്ചു തരാനായിട്ട് പുള്ളിക്കാർ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒത്തിരി ആൾക്കാർ പുറംരാജ്യത്തൊക്കെ ഉണ്ടാകും. നമ്മുടെ നാടൻ വിഭവങ്ങൾ തിന്നാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അതെ, കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു മാങ്ങ അച്ചാർ, ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ഓർഡർ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ ഓർഡറൊക്കെ പുള്ളിക്കാർക്ക് കൊടുക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ആളെ കാണിക്കണം എന്നൊക്കെ മെയിനായിട്ട് കാണിക്കാൻ വന്നതാണ്. അപ്പോഴാണ് ഞാൻ അച്ചാറിന്റെ കാര്യം ഓർത്തത്. ഹസ്ബൻഡിന് വീട്ടിൽ ഇരുന്ന് മൊബൈലിന്റെ ചെറിയൊരു ഷോപ്പ് പോലെ ഉണ്ട്. വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യുന്നല്ല, ഷോപ്പല്ല, വീട്ടിൽ ഇരുന്ന് തന്നെ മൊബൈൽ എല്ലാം റെഡിയാക്കി കൊടുക്കുന്ന റെഡിയുണ്ട്. അതെ, പുള്ളിക്കാരുടെ നമ്പർ ഞങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അച്ചാർ താല്പര്യമുള്ളവർ ആ നമ്പർ എടുത്ത് വിളിച്ചാൽ മതി. മീൻ അച്ചാർ, എല്ലാ അച്ചാറും ഏതായി അച്ചാറാണ് സെറ്റാണ്. പിന്നെ നമ്മുടെ വിശേഷം സൂര്യ അവരുടെ പാചകത്തിലാണ്. ഇവരെ കാണിക്കും. ഞങ്ങളെ പുതിയ സംരംഭം തുടങ്ങാൻ പോവാണ്. പിന്നെ വേറെ സംഭവം ഉണ്ട്, ഭയങ്കര സന്തോഷമാണ്. അമ്മ ചെയ്യുക, നമ്മുടെ അമ്മയുണ്ട് ഇവിടെ. അമ്മ നാണിച്ചോ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു സംരംഭം തുടങ്ങാൻ പോവാണ്. വേറെ ഒന്നുമല്ല, നമ്മളൊരു സംരംഭം തുടങ്ങാൻ പോവാണ്. അവള് ചിരിക്കുന്നത് എന്നാന്നറിയോ? മൊത്തം ഒരേ വലിപ്പത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് ഭയങ്കര നാണം. അതുകൊണ്ടാണ് ഞാനിപ്പോ മാറി നിൽക്കും. എല്ലാവരും ശരിയാകത്തില്ല, ഞാൻ അവിടെ നിന്നിട്ട് എല്ലാം കാണിക്കുന്നത്. അപ്പൊ കണ്ണനും സൂര്യയും ഒരു സംരംഭം തുടങ്ങാൻ പോവാണ്. ബജിക്കടയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
അപ്പൊ ഇന്ന് ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പൊ ഒരു ചെറിയൊരു അമ്മയുണ്ട്. അപ്പൊ നമ്മൾ ചെറിയൊരു മാടക്കട വെച്ച് തുടങ്ങുകയാണ്. ഞാൻ സൂരജും കൂടി ഏറ്റെടുത്ത് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രയത്നിക്കണം. അപ്പൊ അടുത്ത് തന്നെ എല്ലാം സെറ്റ് ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അതിന് പ്രൊമോഷൻ വീഡിയോ ഒക്കെ അയക്കുമ്പോൾ എല്ലാവരും വന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം വേണം. ഭയങ്കര വലിയ കുക്കാണ്, പൊക്കം മണ്ണൊന്നുമില്ലെന്നുള്ളൂ. ഇങ്ങനെ കാണുന്ന ലുക്കൊന്നുമില്ല. എല്ലാവരും ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ ചെയ്താണ് ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ നാടൻ വിഭവമാണ് എല്ലാവരും കാഴ്ച വെക്കാൻ പോകുന്നത്. പറയണേ, ഇതെല്ലാം ഭയങ്കര നാടാണ്, ഉണ്ടാക്കാൻ മാത്രം അറിയത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ ചില വിശേഷങ്ങൾ ഇപ്പൊ നമ്മൾ പോകുന്ന വഴിക്കും ചെല്ലുന്ന സ്ഥലത്തുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ അടുത്ത വിശേഷങ്ങളൊക്കെ അമ്മക്ക് ഭയങ്കര നാണമാണ് കേട്ടോ നിൽക്കുന്നത്. അതെ, ഞങ്ങൾ ഇന്നും കൂടെ പറയായിരുന്നു. ഞാന് 2 സ്ഥലത്ത് അമ്മനെ ടൂർ കൊണ്ടുപോയി കേട്ടോ. ഈ വേട്ടാവളിയിലൊന്നും ഇന്ന് വരെ ഈ പാക്കലമ്പലം വിട്ടൊരു സ്ഥലത്ത് ഈ അമ്മനെ കൊണ്ടുപോയിട്ടില്ല. ഞാനാണ് 2 സ്ഥലത്ത് ടൂർ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്ത് കൊണ്ടുപോയത്. ഇനി ഞങ്ങൾ ഗുരുവായൂർ പോകണം എന്നാണ് അമ്മയുടെ ആഗ്രഹം. അല്ലേ അമ്മേ? അല്ലേ അമ്മയുടെ തന്നെ ആഗ്രഹം? ഗുരുവായൂർ അമ്മക്ക് പോകണം. നമുക്ക് ഇതുവരെ അമ്മ ഗുരുവായൂർ കണ്ടിട്ടില്ല. അപ്പൊ ഗുരുവായൂർ കാണിക്കണം എന്നാണ്. അടുത്ത് തന്നെ അമ്മനെ ഞങ്ങൾ ഗുരുവായൂർ കൊണ്ട് കാണിക്കാൻ പോകുന്നതായിരിക്കും. അല്ലെ സൂര്യ? അമ്മക്ക് ഗുരുവായൂർ കാണുന്ന നമുക്ക് കഴിഞ്ഞ ദിവസം ഫോട്ടോ കാണിച്ചായിരുന്നില്ലേ ഗുരുവായൂർ അമ്പലത്തിന്റെ. ചളി ഇറങ്ങിപ്പോട്ടെ, കുടുംബത്തിൽ ഇറങ്ങിപ്പോട്ടെ, അപ്പൊ അമ്മനെ ഗുരുവായൂർ കൊണ്ട് കാണിക്കാൻ പോകുന്നതായിരിക്കും. ആ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. ഇനി നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ പോകണം. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം. സ്ഥലം മേടിച്ചതിന്റെ ലോൺ അടക്കേണ്ടതാണ്. അല്ലേ അമ്മ? ആ സെറ്റ്. അപ്പൊ ഞങ്ങൾ പോവാണ്. ആ വേട്ടാവളേനും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഓക്കെ. തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ ഞാനറിയാതെ നിൻ പൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു ഞാനറിയാതെ നിൻ പൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു ഭൂമിയും തേടിയ ചെമ്പിലരയൻ ദൂരെ തുഴയെറിയുമ്പോ തിരകളും പൂക്കളും മരതക വണ്ണവും വെറുതെയായി രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ വെണ്ണുര വന്നു തലോടുമ്പോ തടശിലയഴിയുകയായിരുന്നു വെണ്ണുര വന്നു തലോടുമ്പോ തടശിലയഴിയുകയായിരുന്നു നിൻമുളം തണ്ടിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്വരമായേനെ ഇലകളും പൂക്കളും മരതക വണ്ണവും വെറുതെയായി രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ